Your future in healthcare starts here. BVOC Healthcare Programs. BVOC, Dialysis Technology. Learn critical skills to support kidney health. BVOC, Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC, Medical Laboratory Technology. Explore the lab work that informs every diagnosis. BVOC, Nutrition and Dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands-on training and industry insights. Empire College of Science. Muadal, Kudapuram, Malapur. പുതുവത്സര ദിനത്തിൽ ലഹരി നിർമ്മാർജ്ജന സമിതി കോട്ടക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ചു. പാട്ടും വരയും പറച്ചിലും നൃത്താവിഷ്കാരവും ഒറ്റയാൾ നാടകവുമായി സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു. LNS മണ്ഡലം പ്രസിഡന്റ് KM അബ്ദുറഹ്മാൻ അധ്യക്ഷനായിരുന്നു. വളാഞ്ചേരി SHO ബഷീർ സി ചിറക്കൽ ലഹരി ബോധവൽക്കരണ സന്ദേശം നൽകി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ്, കൗൺസിലർമാരായ K സിദ്ദിഖ് ഹാജി, സാജിദ ടീച്ചർ, ഇരുമ്പിയം പഞ്ചായത്ത് മെമ്പർ ഷെഫിദ ബേബി, LNS സംസ്ഥാന സെക്രട്ടറി അഷ്റഫ് കൊടിയിൽ, മണ്ഡലം ഭാരവാഹികളായ K മുജീബ് റഹ്മാൻ, നൂറുൽ ആബിദ് നാലകത്ത്, ഹൈറുനിസ തോട്ടക്കര, അബ്ദുൽ ഖാദർ അത്തിപ്പറ്റ, പ്രൊഫസർ PP സാജിദ്, സുരേഷ് പൂവാട്ടുമീതൻ, പ്രൊഫസർ KD ഹംസ, KV കുഞ്ഞു മുഹമ്മദ്, അഷ്റഫ് വെള്ളേങ്ങൽ, MT അബ്ദുൽ അസീസ്, ഹസ്ന യഹ്യ, ഉമ്മർ ബാവ എന്നിവർ സംസാരിച്ചു. പരിപാടിയോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ സ്വദേശി അഷ്റഫ് മുന്നയുടെ അരുതു എന്ന ഏകാംഗ നാടകവും അരങ്ങേറി. ലഹരിമുക്ത ബസ് സ്റ്റാൻഡ് ക്യാമ്പയിന്റെ പ്രഖ്യാപനം, ലഹരി ബോധവൽക്കരണ ബുക്ക്ലെറ്റ് വിതരണം, കിംസ് കോളേജിലെ വിദ്യാർത്ഥികളുടെ നൃത്താവിഷ്കാരം, MES KVM കോളേജിലെ NSS വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങൾ, വര ഫൈനാൻസ് കോളേജിന്റെ ബോധവൽക്കരണ വര എന്നിവ നടന്നു. നിസാർ പാറക്കൽ, നൌഷാദ് ലാൻഡ് കേരള, റഫീഖ് വൈക്കത്തൂർ, സുനിത രമേശ് എന്നിവർ നേതൃത്വം നൽകി. ലഹരി പദാർത്ഥങ്ങൾ അധികമായിട്ട് ഉപയോഗിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ഒരു ദിവസത്തിൽ ഇത്തരം ഒരു പരിപാടി നടത്തുന്നതിൽ ഏറെ പ്രസക്തിയുണ്ട്. നമ്മളിവിടെ നടന്ന പ്രസന്റേഷൻ കണ്ടല്ലോ, ഒരു ഡോക്ടർ ആ ഡോക്ടറുടെ മുമ്പിൽ വന്ന ഒരു പേഷ്യന്റിനെ പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലഹരിക്ക് അടിമപ്പെട്ട അല്ലെങ്കിൽ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൊല്ലത്ത് ഒരു ഡോക്ടറായിട്ട് കുറഞ്ഞ സർവീസുകൾ ഉള്ള ആ ഡോക്ടറെ കുത്തിക്കൊള്ളുന്ന നേർക്കാഴ്ചയാണ് ഇവിടെ അവർ രേഖപ്പെടുത്തി നമുക്ക് മുമ്പിൽ സമർപ്പിച്ചത്. ഇവിടെ ഇരുന്നത് പറയാൻ നമ്മൾ പ്രതിജ്ഞ എടുത്തു അല്ലേ? എല്ലാവരും പ്രതിജ്ഞ എടുത്തു. ഈ ഇരിക്കുന്നവരിൽ ചെറുപ്പ കാലഘട്ടങ്ങളിലൊക്കെ ചിലപ്പോൾ സിംഹം പിടിയും രാജാപിടിയൊക്കെ വലിച്ചവരുണ്ടായിരിക്കാം, പക്ഷേ അത് ചെറുപ്പത്തിലൊക്കെ. പക്ഷെ എനിക്ക് ഈ വേദിയിൽ എന്ന് പറയാൻ പറ്റും, ഞാൻ ഒരുവിധ ലഹരിയും ഇന്നേ വരെ ഉപയോഗിച്ചിട്ടില്ല. അത് എൻ്റെ കുടുംബത്തിലും എൻ്റെ വീട്ടിലും ഞാൻ ഉപയോഗിക്കാറില്ല. എനിക്ക് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 2.5 വർഷം ജമ്മു കാശ്മീരിൽ ജോലി ചെയ്തു. എൻ്റെ യുവത്വ കാലഘട്ടത്തിൽ സൈനികനായി ജമ്മു ആൻഡ് കാശ്മീരിൽ സേവനമനുഷ്ഠിക്കണം. അവിടെ ചെന്ന് ആ സമയത്ത് എനിക്ക് ആദ്യം കിട്ടിയ ഉപദേശം, ബച്ചേ അഭി ठंडा आने वाला है, साथ में रखना 2 शराब बोतल, आपको वही फायदा जाएगा. അന്ന് എനിക്കൊന്നും അതിലൊരു പിടിയിലായിട്ടില്ല. അപ്പം എന്താ പറയുന്നത് എനിക്ക് പിന്നീട് മനസ്സിലായി. നമ്മൾ അവിടെ തണുപ്പ് വരികയാണ്, അപ്പം അതുകൊണ്ട് ആ തണുപ്പിനെ പ്രതിരോധിക്കാൻ 1-2 ബോട്ടിൽ നമ്മൾ കൈവശം സൂക്ഷിക്കണം, എന്നാലേ നമുക്കതിനെ പ്രതിരോധിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഉപദേശമാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. ഞാനവിടെ 2.5 വർഷം നിന്നു. 2 വലിയ തണുപ്പുകാലം ഞാനവിടെ അതിജീവിച്ചു. ഞാൻ 2 ബോട്ടിൽ
പാലോം പാലോം നല്ല നടപ്പാലം. അവിടെ നിർത്താൻ പറയും